യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. പ്രവാചകനായ യെശയ്യാവിലൂടെ സർവശക്തനായ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് വിരോധമായി പലതരത്തിലുള്ള ആയുധങ്ങൾ വരാം, പക്ഷേ ആ ആയുധങ്ങളൊന്നും നിനക്ക് ഫലിക്കയില്ല. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതം എങ്ങനെയാകുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ചിലരോട് കർത്താവ് പറയുക, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന യാതൊരു തരത്തിലുള്ള ആയുധവും നിനക്ക് ഫലിക്കയില്ല. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയില് ബാരാക്ക് എന്ന് പറയുന്ന രാജാവ് ബിലയാം എന്ന് പറയുന്ന പ്രവാചകനെ ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായി വരുത്തുന്ന ഭാഗം സംഖ്യാപുസ്തകത്തിലുണ്ട്. ഈ ജനത്തെ ശപിക്കുവാൻ പറയുമ്പോൾ ബിലയാം എന്ന് പറയുന്ന പ്രവാചകൻ പറയുകയാണ്, ഇവരെ ശപിക്കാൻ പറ്റത്തില്ല, കാരണം ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. ലക്ഷണവിദ്യ ഇവർക്ക് ഫലിക്കത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്. ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, നിനക്ക് വിരോധമായി പലരും എഴുന്നേൽക്കാം. പല ആയുധങ്ങളും നിനക്ക് വിരോധമായി വരാം. ദുർമന്ത്രങ്ങൾ, ദുഷ്ടശക്തികൾ, പൈശാചിക വ്യാപാരങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ ഒക്കെ നിനക്ക് വിരോധമായി വരാം. നിനക്ക് വിരോധമായി ശത്രു അഴിച്ചുവിടുന്ന ആയുധങ്ങളെ കണ്ടു നീ ഭാരപ്പെടരുത്. അതൊന്നും നിനക്ക് ഫലിക്കത്തില്ലെന്ന് ബൈബിൾ ഉറപ്പ് തരിക. കേട്ടുകേഴ്വിയും പറഞ്ഞു കേൾവിയും കേട്ട് ഭാരപ്പെടരുത്. അതൊന്നും നിനക്ക് ഫലിക്കത്തില്ല. കാരണം ദൈവം നിന്റെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ്, നിനക്ക് വിരോധമായി ചില ആയുധങ്ങൾ വരുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിലുണ്ട്, ശത്രുവിന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസം ഒരു പരിചയമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വിരോധമായി തീ തുപ്പിക്കൊണ്ടുവരുന്ന അമ്പുകളെ നിന്റെ അടുക്കൽ എത്തുമ്പോൾ കെടുത്തിക്കളയത്തക്ക രീതിയിൽ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം നിന്നിൽ ഉണ്ടാകട്ടെന്ന് പൗലോസ് വെളിപ്പെടുത്തുക. ഒരു കാര്യം ഉറപ്പോടെ വിശ്വസിക്കാം, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് വിരോധമായ ആയുധങ്ങൾ ഉണ്ടെന്നും അത് തീ തുപ്പിക്കൊണ്ട് ഞങ്ങളുടെ അടുക്കലേക്ക് അടുക്കുന്നുണ്ടെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ഫലിക്കാതെ വണ്ണം ദൈവത്തിന്റെ വിസ്താരമേറിയ ചിറകടിയിൽ ഞങ്ങളെ പരിപാലിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുക. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഗോഡ് ബ്ലസ് യു.